ഹലോ കൂട്ടുകാരെ, ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് അച്ചാറാണ്. ആ ബീഫ് അച്ചാർ നന്നായി കഴുകി വൃത്തിയാക്കി പുഴുങ്ങി വറുത്ത് കോരിയ ബീഫ്. 1 കിലോ വറുത്താൽ ഒരു 3/4 കിലോയെ കിട്ടുള്ളൂ. ഇത് 1 കിലോ വറുത്ത് കോരി ഇത്രയേ ഉള്ളൂ. അപ്പം അത് വറുത്ത് കോരി വയ്ക്കുക. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 25 ഗ്രാം ഇഞ്ചി, 25 ഗ്രാം വെളുത്തുള്ളി, 25 ഗ്രാം പച്ചമുളക്, 25 ഗ്രാം കാന്താരി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, സാദാ മുളക് പൊടി 2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി 2 ടീസ്പൂണ്, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് കായപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി. ഇത്രയും സാധനങ്ങളും ആവശ്യമാണ്. പിന്നെ വേണ്ടത് നല്ലെണ്ണ ഒരു 100 ഗ്രാം. പിന്നെ വേണ്ടത് വിനാഗിരി ആവശ്യത്തിന്. പിന്നെ വേണ്ടത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബീഫ് അച്ചാറിന് ആവശ്യം. ഞാൻ എങ്ങനെയത് അച്ചാർ തയ്യാറാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗ്യാസ് കത്തിച്ച് ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. കടായി വെച്ചിട്ട് നല്ല ചൂടായതിന് ശേഷം ബീഫ് വറുത്ത് കോരിയ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിലേക്ക് നല്ല ചൂടായ എണ്ണ നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ പൊട്ടി വന്നതിന് ശേഷം ഉലുവ നല്ലോണം പൊട്ടാൻ തുടങ്ങി. പൊട്ടിയതിന് ശേഷം 2 ടീസ്പൂൺ കടുക് ഇട്ട് നന്നായി മൂത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി അതെല്ലാം നന്നായി നമ്മളെ പൊടികൾ ചേർക്കുക. മുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉലുവ കടുക് വറുത്ത് പൊടിച്ചത്, വെറും ഉലുവ പൊടിച്ചത്, കായം പൊടി, എല്ലാം കൂടിയിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പച്ചമണം മാറി തുടങ്ങുമ്പോൾ നമ്മുടെ
വിനാഗിരി. ഇനി ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 10 ടീസ്പൂൺ ഇരുന്നോട്ടെ. ഒരു 10 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാല ഇങ്ങനെ നന്നായിട്ട് കുറുകി വരും തിളയ്ക്കുമ്പോൾ. അപ്പോൾ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി കൊടുത്ത് ഇതിന് വലിയ 1 ടീസ്പൂൺ തിളച്ച വെള്ളം, 2 ടീസ്പൂൺ, 3 ടീസ്പൂൺ, 3.5 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ്, മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പാകണം. ഉപ്പ് കറക്റ്റാണ്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ബീഫ് കഷ്ണങ്ങൾ അതിലേക്ക് ചേർക്കുക. ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നസ്സലായിട്ട് വേവിക്കുക. ഈ എരിവും പുളിയൊക്കെ ബീഫ് കഷ്ണത്തിലേക്ക് പിടിച്ചതിന് ശേഷം ഇളക്കി മസാല ബീഫിലേക്ക് പിടിക്കണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബീഫ് അച്ചാർ റെഡിയായി. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.